എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ടോ, ഇന്നത്തെ കറി ഒരു നാടൻ കോഴിക്കറിയാണ്. നാടൻ കോഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വളർത്തിയ കോഴി തന്നെ. ഇതിനെ കറി വെച്ച് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഉള്ളിയൊക്കെ പൊളിച്ച് ചെറിയ കഷണങ്ങളാക്കി ഇവിടെ ഞുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുറി തേങ്ങയുടെ ഒന്നാം പാല്, ഒരു ഐസ്ക്രീം ബൗൾ അത്രേ ഉള്ളൂ. അല്പം വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക. ഇത് രണ്ടാം പാല്. ഇതൊരു 4 സവോള അരിഞ്ഞത്. ഇതൊരു 10-15 കൊച്ചുള്ളി നടുവേ കീറിയത്. ഇതൊരു ഉരുളക്കിഴങ്ങ്. പിന്നെ ഒരല്പം തേങ്ങാക്കൊത്ത് ആവശ്യത്തിന്. ഒരു കുടം 1.5 കുടം വെളുത്തുള്ളിയുണ്ട്. അതിനൊപ്പം തന്നെ ഇഞ്ചിയുണ്ട്, കറിവേപ്പിലയുണ്ട്. ഇനി പൊടികളും കൂടെ ചേർത്ത് നമുക്കിതിനെ ഒന്ന് കറി വയ്ക്കാം. ഞാനിപ്പം ഈ ചട്ടിയിൽ തന്നെയാണ് കറി വയ്ക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഒന്ന് തിരുമ്മി വയ്ക്കാം. അപ്പം നമ്മുടെ ചിക്കൻ നമുക്കിനി ഒന്ന് മുളകും മഞ്ഞളും തിരുമ്മി വെക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, കുറച്ച് ഉപ്പ്. ഇത് നമുക്കൊന്ന് കൈ കൊണ്ട് തിരുമ്മി വയ്ക്കാം. നാടൻ കോഴി ആയതുകൊണ്ട് എല്ലാണ് കൂടുതൽ. അപ്പം നമുക്ക് ഒത്തിരി മുളക് ഇട്ടാൽ ചിലപ്പം എരിവ് അധികമായി പോകും. വേണമെങ്കിൽ നമുക്ക് പിന്നെ മുളക് ചേർക്കാം. ഇത് പോരെങ്കിൽ നമ്മൾ ചിക്കൻ മസാല, ഗരം മസാല, മീറ്റ് മസാല അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ചേർക്കാമല്ലോ. ഒരു 2 കിലോ ഉണ്ട്. തൊലി പൊളിച്ച് നുറുക്കിയെടുക്കുകയാണേ. ഇതിവിടെ വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ള ഗ്രേവി തയ്യാറാക്കാം. ഇനി നമുക്ക് അല്പം എണ്ണയും അല്പം നെയ്യും രണ്ടും കൂടെ ഒഴിച്ചു കൊടുക്കുന്നു കേട്ടോ. നാടൻ കോഴിയല്ലേ, അതിന് വലിയ നെയ്യൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടി നമ്മളല്പം ഉരുക്ക നെയ്യ്, പശുവിൻ നെയ്യ്, അതും ഒപ്പം വെളിച്ചെണ്ണ. ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒപ്പം തന്നെ എണ്ണ. അവസാനമാണ് കടുക് പൊട്ടിക്കുന്നത്. അതുകൊണ്ട് നമുക്കിപ്പം നമ്മൾ ഇഞ്ചി, ഉള്ളി, കരിവേപ്പിലയൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. വെളുത്തുള്ളി ഇട്ടു, ഒപ്പം ഇഞ്ചി ഇട്ടു, കുറച്ച് കറിവേപ്പില. ബാക്കി നമുക്ക് കടുക് പൊട്ടിച്ച് ഇടാം. ഇനി നമുക്ക് കുറച്ച് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. ബാക്കി കടുക് പൊട്ടിക്കാൻ വെച്ചിരിക്കാം. ഇനി 3 സവോളയുണ്ട്, അതിട്ട് കൊടുക്കും. ഇനി അല്പം ഉപ്പിട്ട് കൊടുക്കും. നമ്മൾ ചിക്കനകത്ത് ഉപ്പിട്ടതാണ്.
അതനുസരിച്ച് ഇവിടെ ഇടാവുള്ളൂ. ഒരു കുറച്ച് കാശ്മീരി മുളക് പൊടി, മീറ്റ് മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല എന്നാണെങ്കിലും പറയാം, തന്നെ പൊടിച്ചെടുക്കുക. മല്ലിമുളകും ഗരം മസാലയുടെ സാധനങ്ങളും അല്പം മഞ്ഞൾപ്പൊടിയും കുരുമുളകും എല്ലാം കൂടെ ചേർത്തിട്ട്, കാശ്മീരി മുളകാണ് കൂടുതൽ, ഒരു 2-3 എരിവെള്ള മുളക് ഇട്ടിട്ടുണ്ട്. അല്പം കൂടെ വേണം അല്ലേ, മതിയായിരിക്കും. വേണമെങ്കിൽ നമുക്ക് കടുക് പൊട്ടിക്കുമ്പോൾ ചേർക്കാം. ഒരല്പം മഞ്ഞൾ പൊടി കൂടെ ചേർക്കാം. പൊടികളും ചൂടായി, സവോളയും ഒന്ന് വഴഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തേങ്ങാക്കൊത്തിട്ടു. അത് കടുക് പൊട്ടിക്കുമ്പോൾ ഇട്ടാലും മതി, അങ്ങനെ ഇഷ്ടമുള്ളവർക്ക്. ഇത് കറിയുടെ കൂടെ കിടന്ന് ഒരു മഞ്ഞ നിറത്തൊക്കെ പിടിക്കുമ്പോഴാണെങ്കിൽ അത് നല്ലതല്ലേ. ഇനി നമുക്ക് നമ്മുടെ മഞ്ഞളും മുളകും തിരുമ്പി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി ഒന്ന് യോജിപ്പിക്കണം. 2 പാൽ ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഇത് മൊത്തം ഒഴിക്കുവാണേ. പോരായിക വന്നെങ്കിൽ നമുക്ക് തേങ്ങാപ്പീടെ മിക്സിയുടെ ജാറിൽ തന്നെ കിടപ്പുണ്ട്, നമുക്കൊന്നും കൂടെ പിഴിഞ്ഞൊഴിക്കാം. കറി തിളച്ച് വന്നിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. തിളച്ച് വെള്ളം മുകളിൽ കയറി വരുന്നുണ്ട്. ഇനി കൂടുതൽ പാലൊഴിച്ച് കൊടുക്കേണ്ട ഒരാവശ്യമില്ലെന്ന് തോന്നുന്നു, ഈ വെള്ളത്തിൽ വെന്തോളുമായിരിക്കും. കുറച്ച് വെള്ളമൊക്കെ കോഴിയുടെ ഇറങ്ങി. നാടൻ കോഴി ആയതുകൊണ്ട് വെള്ളം കാണില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. ഓരോ കോഴിയുടെ ഓരോ സ്വഭാവമല്ലേ. ആണെങ്കിലും കോഴിയുടെ വെള്ളവും കൂടെ ഇറങ്ങി നന്നായിട്ട് തിളച്ച് കയറി വരുന്നുണ്ട്. മൂടി വെച്ച് ബാക്കി നമുക്ക് നന്നായിട്ട് വേവിക്കും. കൂടെ ഇളക്കിയിട്ട് കൊടുക്കാം. നമ്മൾ ഒരു ഉരുളക്കിഴങ്ങ് ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് ഒരല്പം ഗരം മസാലയും ചേർക്കാം. എല്ല് കൂടുതലായതുകൊണ്ട്, നാടൻ കോഴി ആയതുകൊണ്ട്, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കോഴിയല്ലേ, അപ്പൂവനായിരുന്നു, അതിന് ഇളക്കിയിടാനൊക്കെ ഇച്ചിരി പാടാം. നമുക്ക് ഓരോ ഉരുളക്കിഴങ്ങേ ഉള്ളൂ ചേർത്ത് കൊടുക്കാം. അല്പം ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ കടുക് പൊട്ടിക്കുന്ന സമയത്ത് ഒരല്പം കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു മുറി തേങ്ങയുടെ ഒരു പകുതി തേങ്ങ, അതിൻ്റെ തേങ്ങാപ്പാൽ ഒരു കപ്പ് വെള്ളം, അത്രേ കാണുള്ളൂ, അത്രേ ചേർത്തുണ്ടായിരുന്നുള്ളൂ. പക്ഷെ നോക്കിയുണ്ട് ഇപ്പം നല്ല നികന്ന് വന്നിട്ടുണ്ട്. ഇതിഞ്ഞി പറ്റി വരണം, അത്തേരത്തേനും ഇത് വെന്തും വരും. നമുക്കൊന്ന് ഉപ്പ് നോക്കാം. ഈ തേങ്ങാക്കൊത്തിന് ഉപ്പുണ്ടെങ്കിൽ കറിക്ക് ഉപ്പുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ, ഇത് മതിയായിരിക്കും. ഇനി നമുക്ക് ചേർക്കേണ്ട ആവശ്യം വരില്ല, കാരണം വെള്ളം പറ്റുമ്പോൾ ഉപ്പ് രസം കൂടി വരുമല്ലോ. ഒന്നും കൂടെ ഇളക്കിയിട്ട് കൊടുക്കാം. വേവായിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇളക്കാനൊക്കെ എളുപ്പമായിട്ടുണ്ട്. അപ്പം നമ്മുടെ കറി ഏതാണ്ട് വേവായി. ഇനി വെള്ളം പറ്റി വന്നാൽ മതി. കുറുക്കിയ പരുവത്തിൽ ആകുന്നുള്ളൂ കേട്ടോ. പാലൊഴിച്ച കറിയാണ്. അപ്പം പാലൊഴിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇത്ര മതി. അപ്പം
ഒരു കുറച്ച് സമയം ഇരുന്ന് പറ്റിക്കഴിയുമ്പോൾ നമുക്ക് തനിപ്പാൽ ഒഴിച്ച് വാങ്ങാം. നമ്മുടെ കറി നമുക്കൊന്നൂടെ ഇളക്കി നോക്കാം. എല്ലെന്നൊക്കെ വിട്ട് പോരുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പം നമ്മുടെ കറി വെന്തിട്ടുണ്ട്. ഒരല്പം കൂടെ വെള്ളം വേണേ പറ്റിക്കാം. ഇച്ചിരി ചക്കയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ കൂട്ടാൻ അതിനാകുമ്പം ഇച്ചിരി ചാറുണ്ടെങ്കിലും കുഴപ്പമില്ല. വെന്ത് വന്നിട്ടുണ്ട്. നമുക്കപ്പം തനിപ്പാൽ ഒഴിക്കാം. എടുത്ത് നമുക്കൊന്ന് വെന്തോ ഒന്ന് നോക്കാം. ഇതെല്ലാം വെന്തിട്ടുണ്ട്. കണ്ടാലറിയാലോ, നല്ലപോലെ വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ പറ്റി തുടങ്ങി. നികന്ന് അതിനേക്കാൾ താഴോട്ട് വെള്ളം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇനി അധികം വെള്ളമില്ല. നികന്ന് മിച്ചം മുകളിൽ വെള്ളം ഉണ്ടെങ്കിലാണ് അധികം വെള്ളം എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ പാകത്തിനുള്ള ചാറേ ഉള്ളൂ. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. ഇപ്പോഴാണ് നമ്മുടെ കറിയായത്. കറിയുടെ രൂപവും ഭാവവും നിറവും എല്ലാം അങ്ങ് മാറും. ഇനി ഒത്തിരി ഒന്നും തിളയ്ക്കണ്ട. നമുക്ക് ആ ചട്ടിയുടെ ചൂട് കൊണ്ട് ഇപ്പം തന്നെ തിളച്ച് വന്നോളും. നമുക്ക് തീ ഓഫാക്കിയിട്ട് അടുത്ത അടുപ്പയിൽ കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കാനുള്ള പാത്രം വെച്ചു. വെള്ളം ഒന്ന് പറ്റട്ടെ. കടുക്, ഉള്ളി, കറിവേപ്പില, ഗരം മസാല, കുരുമുളക് പൊടി ഇത്രയും നമുക്ക് ചേർക്കണം. വെള്ളം പറ്റിയിട്ടുണ്ട്. നമുക്ക് 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിക്കാം. കാരണം നമ്മുടെ നാടൻ കോഴി ആയതുകൊണ്ട് അതിനങ്ങനെ നെയ്യൊന്നുമില്ല. കടുകിട്ട് കൊടുത്തു. കടുക് പൊട്ടി. ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. തീ ഒന്ന് കുറച്ചേക്കാം. ചെറിയ പാത്രമല്ലേ. ഇനി അല്പം കറിവേപ്പില. അത്ര ഇല്ലേലും വേണ്ടിയില്ലായിരുന്നു അല്ലേ. ഇങ്ങനെ കിടക്കട്ടെ. ഒരു 3/4 ടീസ്പൂണോളം ഗരം മസാല, ഒരല്പം കുരുമുളക് പൊടി. സാമ്പാറിന് കായം പോലെ. ചിക്കൻ കറിക്ക് മുട്ടയ്ക്കൊക്കെ മേമ്പൊടിയാണ് കുരുമുളക് പൊടി. നമുക്ക് അതിനകത്തേക്ക് തന്നെ ഗരം മസാലയും ചേർക്കാം. ഗരം മസാല വേണമെങ്കിൽ നമുക്ക് കറിക്കകത്തോട്ട് ചേർക്കാമായിരുന്നു. തേങ്ങാപ്പാൽ ഒഴിച്ചു. അപ്പം ചേർത്തില്ലല്ലോ, അതുകൊണ്ട് ഇപ്പം ചേർത്താൽ മതി. തീ ഓഫാക്കി കറിക്കകത്തേക്ക് ഒഴിക്കാം. അപ്പം നമ്മുടെ തേങ്ങാപ്പാലിൽ വെന്ത നാടൻ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തി, ചക്ക ഒക്കെ പോരട്ടെ, നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കോഴി വളർത്തുന്നവരൊക്കെ കാണുമല്ലോ. അപ്പം നമുക്ക് ഇതുപോലെ കോഴി കറി വയ്ക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.